ഗോവിന്ദനാമസങ്കീർത്തനം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. നമോ നമഃ സദ്ഗുരുഭ്യഃ സദ്ഗുരുഭ്യോ നമോ നമഃ. നമോ നമഃ സദ്ഗുരുഭ്യഃ സദ്ഗുരുഭ്യോ നമോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജ്ഞാനവൈരാഗ്യസമ്പൂർണ്ണാൻ ഹരിഭക്തിപരായണാൻ പൂർവാചാര്യാൻ അഹം വന്ദേ സമ്പ്രദായപ്രവർത്തകാൻ. പ്രഹ്ലാദനാരദപരാശരപുണ്ഡരീകവ്യാസാംബരീഷ ശുകശൗനകഭീഷ്മമുഖ്യാൻ രുക്മാംഗദാർജുനവസിഷ്ഠവിഭീഷണാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാന്ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന മനസാ ഗിരാ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യോ തം നമാമി ഗജാനനം. ദുർഭിർയുക്താ ചതുർഭ്യസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭ ഭാസമാനാസമാനാസാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാൽ. അമ്മേ മൂകാംബികേ വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഈ മള്ളിയൂർ മഹാത്മാവിൻ്റെ പാദ രേണുക്കൾ പതിഞ്ഞതായ ഈ ഭൂമിയിൽ വരാനും മഹാഗണപതിയുടെ ഈ മടിത്തട്ടിൽ ഈ ഒരു ഭാവത്തിൽ ഇവിടെ ഇരിക്കാനും സാധിച്ചത് അനേകം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, സ്വന്തം ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഭക്തന്മാരായ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം, മുന്നിലിരിക്കുന്ന അനേകം ആചാര്യന്മാരുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഒക്കെ കൊണ്ടാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഭഗവാന്റെ ഒരു നാമം ജപിച്ചുകൊണ്ട് തുടങ്ങാം. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം നാമം ജപിക്കാനാവലാണ് ഭാഗവതം കൊണ്ട് നമ്മളൊക്കെ നേടിയെടുക്കേണ്ടത്. ഭഗവാന്റെ നാമം ജപിക്കാനും അതുപോലെ ഭഗവാനെ ഹൃദയത്തിൽ കാണാനുമൊക്കെ ആയിത്തീരലാണ് ശ്രീമദ് ഭാഗവത യജ്ഞത്തിൻ്റെയൊക്കെ ലക്ഷ്യം. എന്തിനാണ് യഥാർത്ഥത്തിൽ നാമം ജപിക്കുന്നത്? അതും സംശയം ഉണ്ടാവും. ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ മുകളിൽ അനേകം പക്ഷികൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് നമ്മൾ രണ്ട് കൈയും ഉറക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പക്ഷികളൊക്കെ ദൂരേക്ക് പറന്നു പോകുന്നത് കാണാം. ഇതേപോലെ നമ്മളും ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും അടിച്ച് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരുപാട് പാപങ്ങൾ, അതുപോലെ പലതരത്തിലുള്ളതായ കൽമഷങ്ങൾ ഉണ്ട്. അതിനെയൊക്കെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കയ്യിൽ അനവധി രേഖകളുണ്ട്. അങ്ങനെയുള്ള മോശമായ രേഖകളെ നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നാമജപത്തിൽ നമ്മൾ കൈയടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയാറുണ്ട്. പിന്നെ ഈ നാമം ജപിക്കാൻ വേണ്ടിയിട്ട്
തോന്നില്ല ആൾക്കാർക്ക്. എന്താ അതിന് കാരണം? പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാനീ നാമം നാരായണ. പാപം കൂടുതൽ ഉള്ളതായ ആൾക്കാർക്കാണ് എന്ത് തോന്നാത്തത് അല്ലേ? നാമം ജപിക്കുമ്പോഴും അതിൽ പങ്കുചേരണമെന്നോ അല്ലെങ്കിൽ നാമം ജപിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് നമ്മുടെ ഉള്ളിലുള്ളതായ പാപശക്തി കൊണ്ടാണ്. പിന്നെ നമ്മൾ 2 കൈ കൊണ്ടും നാമം ജപിക്കുമ്പോൾ അതിൽ കൈയടിച്ച് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ പാപം എന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നാമം ജപിക്കുമ്പോൾ അതിൽ കൈയടിച്ച് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ പങ്കെടുക്കുന്നതായ ആൾക്കാരുടെ ഉള്ളിലുള്ള പാപം പുറത്തേക്ക് പോകുമ്പോൾ അടുത്തുള്ള ആൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിലേക്ക് ആ പാപം പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറേ പാപം നമ്മുടെ കയ്യിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരുടെ പാപം കൂടി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കരുത്. ആ ഒരു ഭാവത്തിൽ എന്ത് ചെയ്യുക? എല്ലാവരും ആ നാമജപത്തിൽ പങ്കെടുക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, പാണ്ഡുരംഗ 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 ഹരി, പാണ്ഡുരംഗ 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 ഹരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, രാമകൃഷ്ണ ഹരി മുരാരി, പാണ്ഡുരംഗ 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 ഹരി, പാണ്ഡുരംഗ 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 ഹരി, ഗോവിന്ദ മുരാരി ഗോപാല മുരാരി, ഗോവിന്ദ മുരാരി ഗോപാല മുരാരി, വാസുദേവ 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 ഹരി, വാസുദേവ വാസുദേവ ഹരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, പാണ്ഡുരംഗ 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 ഹരി, മോഹന മുരാരി മുകുന്ദ മുരാരി, മോഹന മുരാരി മുകുന്ദ, നാരായണ 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 ഹരി, നാരായണ 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 ഹരി, നാരായണ 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 ഹരി, നാരായണ നാരായണ ഹരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, പാണ്ഡുരംഗ 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 ഹരി, പാണ്ഡുരംഗ പാണ്ഡുരംഗ പാണ്ഡുരംഗ, ഗോവിന്ദ മുരാരി ഗോപാല മുരാരി, ഗോവിന്ദ മുരാരി ഗോപാല മുരാരി, മോഹന മുരാരി മുകുന്ദ മുരാരി, മോഹന മുരാരി മുകുന്ദ മുരാരി, രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി, രാമകൃഷ്ണ ഹരി, പാണ്ഡുരംഗ 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 ഹരി, പാണ്ഡുരംഗ 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 ഹരി, വാസുദേവ 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 ഹരി, വാസുദേവ 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 ഹരി,
നാരായണ 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 ഹരി നാരായണ 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 ഹരി നാരായണ 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 ഹരി വാസുദേവ 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 ഹരി വാസുദേവ 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 ഹരി രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ പാണ്ഡുരംഗ ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ശ്രദ്ധ വേണ്ടത്? എല്ലാവരുടെയും മനസ്സിപ്പോൾ ഇവിടെ ഉണ്ടോ അറിയില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം മനസ്സും ശരീരവും ഒക്കെ ഇവിടെ, എല്ലാവരുടെയും ശരീരം ഇപ്പോൾ കാണുമ്പോൾ ഇവിടെയുണ്ട്. മനസ്സ് ഇവിടെയുണ്ടോ? അത് നിങ്ങൾക്കേ അറിയില്ലോ നിങ്ങളുടെ മനസ്സിപ്പോൾ ഇവിടെയുണ്ടോയെന്ന്. അത് പറയുമ്പോഴാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത്, ഓ എൻ്റെ മനസ്സിപ്പോൾ ഇവിടെ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ശരീരം മാത്രം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. മനസ്സും ശരീരവും ഒക്കെ ഇവിടെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിലോ കുറച്ച് സമയം നമ്മൾ വെറുതെ ചിലവഴിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്ത് ചെയ്യുക? പുറമേ അലഞ്ഞ് നടക്കുന്നതായ മനസ്സിനെ എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുക. മനസ്സ് മാത്രമല്ല, ഈ ഇന്ദ്രിയങ്ങൾ വളരെ കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. പ്രഹ്ലാദൻ പറയും, ബുഹ്യ സപത്ന ഇവ ഗേഹപതിം ലുനന്തി. അനേകം ഭാര്യമാരുള്ളതായ ഒരു പുരുഷൻ്റെ ഗതി, അതിപ്പോൾ തിരിച്ചും പറയാം, കലിയുഗ ആയതുകൊണ്ട് അല്ലേ, അനേകം പുരുഷന്മാരുള്ളതാ ഒരു സ്ത്രീയുടെ ഗതി, അങ്ങനെ തിരിച്ചും പറയാം. എന്താ അതിൻ്റെ താല്പര്യം? ഈ ഒരു ഭാര്യ പറയും, ഇന്നിപ്പോൾ ഭാഗവത സപ്താഹം കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. മറ്റൊരു ഭാര്യ പറയും, അല്ല ടി വി കാണാണ്ട്. ഇങ്ങനെ ഓരോ ഭാര്യമാരും ഓരോ ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുന്ന പോലെ നമ്മുടെ ഈ ശരീരത്തിലുള്ളതായ നമുക്ക് നമ്മുടെ സ്വായത്തമായിട്ടുള്ളതായ ഈ ഒരു ഇന്ദ്രിയങ്ങൾ, കണ്ണ് എന്തെങ്കിലും കാഴ്ചകൾ കാണുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പിടിച്ചു വലിക്കും. കാത് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചു വലിക്കും. ഇങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളതായ ഈ പല ഇന്ദ്രിയങ്ങളും പല ഭാഗത്തേക്ക് പിടിച്ച് വലിച്ച് നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ ജീവിതത്തിൽ ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കുക. ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ വലിയ കുഴപ്പം പിടിച്ച ആളാണ് ആര്? ഈ മനസ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, മനസ്സിപ്പോൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താൻ വേണ്ടിയിട്ട് മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം ആണ് നമ്മൾ ആദ്യമായിട്ട് നേടിയെടുക്കേണ്ടത്. പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഭാഗവതം അനേകം ഭക്തന്മാർ പല രൂപത്തിൽ പല ഭാവത്തിൽ ഭഗവാനെ ആശ്രയിച്ച് സ്തുതിച്ചതായ അനേകം സ്തുതിപ്രധാനമായ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. അനേകം കഥകളിൽ കൂടിയിട്ട് നമുക്ക് ഭാഗവതം കാണിച്ചു തരികയാണ്. ഇതാ ഒരു ഗുരുനാഥനെ പോലെ, ഒരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന് എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ രഹസ്യമായിട്ട്, അതിലുള്ള രഹസ്യ ഭാഗങ്ങൾ തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ കഥാരൂപത്തിൽ നമുക്ക് ശ്രീമദ് ഭാഗവതം എന്ന ഗുരുനാഥൻ നമുക്ക് ചില കഥകളിൽ കൂടിയിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ആകരുത് ജീവിതത്തിൽ എന്ന് പറഞ്ഞു തരികയാണ്. പിന്നെയോ ചിലത് ഇങ്ങനെ ആയിട്ട് തീരണം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ജീവിതത്തിൽ ഇങ്ങനെ ഈ വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. വളരെ മുൻകരുതലോട് കൂടിയിട്ട് ജീവിതം നയിക്കണമെന്ന് ഒരു ഗുരുനാഥൻ്റെ രൂപത്തിൽ ശ്രീമദ് ഭാഗവതമാകുന്ന ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നതായ അനേകം ഭാഗങ്ങളാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ. എന്താ കാരണം? നേരിട്ട് തത്വം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രഹിക്കാനുള്ള കഴിവ്, ശക്തിയില്ല, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് വേണ്ടിയിട്ട് അതിലുള്ള താത്വികമായ വശങ്ങളെ കഥാരൂപത്തിൽ പറഞ്ഞു തരികയാണ്.
ചെറിയ കുട്ടികൾക്ക് അല്ലേ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല കയ്പുള്ള മരുന്നുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള കയ്പുള്ള മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ കുടിക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു മിഠായി അല്ലെങ്കിൽ പഞ്ചസാര എടുത്തിട്ട് ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇത് കഴിച്ചാൽ ഇത് ഈ മിഠായി തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ? അതേ രൂപത്തിലാണ് ഭാഗവതം എന്ന ഗുരുനാഥൻ നമുക്ക് അനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും മുമ്പ് ഒരാൾ അല്ലെ എങ്ങനെയാണ് ശ്രദ്ധ വേണ്ടത് നമുക്ക് അല്ലെ ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ആദ്യം തന്നെ ശ്രദ്ധ വേണം, എല്ലാവർക്കും ശ്രദ്ധ വേണം എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ശ്രദ്ധയാണ് വേണ്ടത്? മുമ്പൊരാൾ ഒരു കഥകളി കാണാൻ വേണ്ടിയിട്ട് പോയി. എങ്ങനെയാണ് കഥകളി? വേഷം കെട്ടി അരങ്ങത്ത് വന്നിട്ട് മുദ്ര കാണിച്ചിട്ട് അങ്ങനെ ആടിത്തിമിർക്കുന്ന ആ ഒരു ഭാവമാണ് കഥകളി. അങ്ങനെ ഒരാൾ മുമ്പ് കഥകളി വേഷം കെട്ടി അരങ്ങത്ത് വന്ന് അങ്ങനെ കഥകളി അങ്ങനെ ആടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ മുന്നിലൊരാൾ വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു മുദ്ര അങ്ങനെ കാണിച്ചപ്പോൾ മുന്നിലിരിക്കുന്ന ആൾ ഛേ എന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ കഥകളി വേഷക്കാരൻ ആടുന്ന അയാൾക്ക് വല്ലാത്ത വിഷമായി. കാരണം അല്ലേ, ഞാൻ കാണിച്ച ഏതോ ഒരു മുദ്രയിൽ എന്തോ ഒരു പിഴവ് വന്നതുകൊണ്ടാണ് ഇയാളിങ്ങനെ അല്ലേ ഛേ എന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മുദ്ര വീണ്ടും കാണിച്ചു. വീണ്ടും കാണിച്ച് അതേ സ്ഥാനത്തെത്തിയപ്പോൾ മുന്നിലിരുന്ന ശ്രദ്ധയോടുകൂടി ഇരുന്ന ആൾ ഛേ എന്നുള്ള ശബ്ദം വീണ്ടും പുറപ്പെടുവിച്ചപ്പോൾ അങ്ങനെ 2-3 തവണ ആവർത്തിച്ചപ്പോൾ ഈ കഥകളി വേഷക്കാരന് വല്ലാത്ത ബുദ്ധിമുട്ടായി. കാരണം ഈ ഒരു മുദ്ര മാത്രമല്ല, ഇനിയും ഒരുപാട് മുദ്രകൾ ഇവിടെ വന്ന് കാണിക്കാനുണ്ട്. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ. ഏതായാലും അടുത്ത മുദ്ര കാണിച്ച് അങ്ങനെ കഥകളി ഒക്കെ കഴിഞ്ഞ് അയാൾ മുന്നിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ ഈ കാണിച്ച ഏത് മുദ്രയിലാണ് ഒരു പിഴവ് പറ്റിയത്, അതൊന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയിൽ പറ്റില്ല, ഇനി അടുത്ത കളിയിലെങ്കിലും ഒന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് പറയുന്നത്. അപ്പോഴാണ് ആ ശ്രദ്ധയോടുകൂടി ഇരുന്ന ആൾ പറഞ്ഞത്, നിൻ്റെ ഈ കളിയും മുദ്രയും അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല. നീ ഇപ്പോൾ അവിടെ നിന്ന് എന്ത് കാണിച്ചാൽ എനിക്കെന്താ കുഴപ്പമുള്ളത്? അല്ല പിന്നെ ഞാൻ ഏതോ ഒരു മുദ്ര കാണിച്ചപ്പോൾ നീ ചേന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചത് അത് ഞാൻ നിൻ്റെ കളി കണ്ടിട്ടില്ല. പിന്നെയോ നീ ഇങ്ങനെ അവിടുന്ന് കൈ കൊണ്ട് മുദ്ര കാണിച്ചപ്പോൾ ഞാനിങ്ങനെ നിൻ്റെ ആ കിരീടത്തിന് വളരെ ഭംഗിയുള്ള മുത്തുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എത്ര മുത്തുകളുണ്ട് എന്ന് അങ്ങനെ എണ്ണുമ്പോഴാണ്, ആ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിൻ്റെ ആ കിരീടം അതിൻ്റെ ഇടയിൽ കൂടി ചടപടയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ എണ്ണത്തിന് പിഴവ് പറ്റിയത് കൊണ്ടാണ് ഞാൻ ചേന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചത്. അല്ലാതെ നിൻ്റെ മുദ്രയോ അല്ലെങ്കിൽ കളിയോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നീ അവിടുന്ന് എന്ത് പറഞ്ഞാൽ എനിക്കെന്താണ്? ഈ ഒരു ഭാവത്തിൽ ആകരുത് എന്ത് നമ്മുടെ ശ്രദ്ധ. അല്ലെ ഇവിടെ ഒരുപാട് വലിയ മഹാത്മാക്കൾ, വലിയ ഗുരുനാഥന്മാർ ഒക്കെ വന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോടൊക്കെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഭാവത്തിലല്ല, അല്ലേ, വളരെ ആ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കേൾക്കേണ്ടത്. അല്ലെ ഇവിടെ ഇരുന്ന് നിങ്ങളോടൊക്കെ പ്രഭാഷണം ചെയ്യുന്ന മഹാത്മാക്കളുടെ അത്രയ്ക്കൊന്നും യോഗ്യത നമുക്കില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറി ഇരുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്കുള്ള വിഷയം എന്താണ്? പുരഞ്ജനോപാഖ്യാനമാണ്. പൊതുവെ ഈ പുരഞ്ജനോപാഖ്യാനം ഭാഗവതത്തിൽ താത്വികമായിട്ടുള്ളതായ ഒരു കഥയാണ് പുരഞ്ജനോപാഖ്യാനം. എല്ലാ കഥകൾക്കും പിന്നിൽ അന്തർഗതമായിട്ട് അനവധി തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഭാഗവതത്തിൽ താത്വികമായിട്ടുള്ള ഒരു കഥയാണിത്. തത്വം പറഞ്ഞാൽ പൊതുവെ ആർക്കും അല്ലേ അത് പെട്ടെന്ന് ഗ്രഹിക്കില്ല. ഉപദേശം ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ല. ഉപദേശിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഉപദേശം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. അതാണ് പൊതുവെ ലോകത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ രുദ്രഗീതം പ്രചേതസ്സുക്കൾ ആ രുദ്രഗീതം ജപിച്ച് മഹാദേവൻ ശ്രീരുദ്രൻ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീതം പ്രചേതസ്സുക്കൾക്ക് ഉപദേശിച്ച ആ രുദ്രഗീതം ജപിച്ചുകൊണ്ട് മഹാദേവൻ്റെ ഉപദേശം കേട്ട് പ്രചേതസ്സുക്കൾ അവിടെ ഇങ്ങനെ തപസ് ചെയ്യുന്നതായ ആ ഒരു സന്ദർഭം. അനേകം കാലം
സ്തോത്രം സർവേ പ്രചേതസ ജപന്തസ്തേ തപസ്തേപുർ വർഷാണാം അയുധം ജലേ. ആയിരക്കണക്കിന് വർഷം അവർ തപസ് ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് പ്രാചീന ബർഹിസ് എന്നുള്ളതായ ഒരു മഹാരാജാവ്, ബർഹിഷത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള പേര്, അദ്ദേഹം കർമ്മഠനായിരുന്നു. കർമ്മഠൻ എന്ന് പറഞ്ഞാലോ എപ്പോഴും ജീവിതത്തിൽ അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? നമ്മളൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മളൊക്കെ. അപ്പോൾ എന്ത് കർമ്മ ചെയ്യേണ്ടത് അല്ലേ? നമ്മളൊക്കെ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ ഇങ്ങനെ അഹോരാത്രം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പിന്നെ കിടക്കാൻ നമുക്ക് ഒരു 10 മണിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അല്ല ഇതും കൂടി ചെയ്തിട്ട് കിടക്കാമെന്ന് പറയും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നത്? അറിയില്ല. അപ്പോൾ ഈ മഹാരാജാവ് ചെയ്യുന്ന കർമ്മം എന്താണ്? എപ്പോഴും യാഗം ചെയ്യുക. കാരണം അദ്ദേഹത്തിന് രാജ്യഭാരം ഏറ്റപ്പോൾ ഈ രാജാവായിട്ട് തീരുമ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. നല്ല രീതിയിൽ രാജ്യം ഭരിക്കണം, നായാട്ടിന് പോകണം, പ്രജകളെ സന്തോഷിപ്പിക്കണം, അങ്ങനെ ഒരുപാട് വലിയ ജോലികൾ. ഇതൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ദീർഘസത്രം. അങ്ങനെ ഒരു വലിയ എപ്പോഴും യാഗം ചെയ്യാനാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. കിഴക്കോട്ട് ഒരു സമുദ്ര തീരത്ത് പോയിട്ട് കിഴക്കോട്ട് ദർഭ വിരിച്ച് സമുദ്ര തീരത്ത് വെച്ചിട്ട് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കിഴക്കോട്ട് ദർഭ വിരിച്ച് അവിടെ തന്നെ വീണ്ടും ഒരു യാഗം. ഇങ്ങനെ എപ്പോഴും യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരാളായിട്ട് തീർന്നു ആര്? ഈ ബർഹിഷത്ത് എന്ന മഹാരാജാവ്. അപ്പോൾ അദ്ദേഹത്തിന് ആൾക്കാർ പേര് വിളിച്ചു, പുതിയൊരു പേര്. എന്താണ്? കിഴക്കോട്ട് ദർഭ എന്ന് ഇയാളെ കളിയാക്കി വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ കിഴക്കോട്ട് ദർഭ എന്നുള്ളതിൻ്റെ സംസ്കൃത പേരാണ് പ്രാചീന ബർഹിസ് എന്ന്. അദ്ദേഹം അങ്ങനെ ഭൂമി മുഴുവൻ ദർഭ വിരിച്ചിട്ട് യാഗം ചെയ്ത് അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്നുള്ളതായ പേര് ലഭിച്ചു. എന്തിനാണ് യാഗം ചെയ്യുന്നത് അറിയില്ല അദ്ദേഹത്തിന്. ഒരു പ്രാവശ്യം ശ്രീനാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് ചോദിച്ചു, ഹേ മഹാരാജാവേ, അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങൾ ചെയ്യുന്നത്? യാഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചപ്പോൾ അല്ലേ, നമ്മളോടൊക്കെ ചോദിക്കും ആൾക്കാർ, എന്തിനാണ് നിങ്ങളിങ്ങനെ ഭാഗവതം കേൾക്കുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്, അത് ചെയ്യുന്നത് എന്തിനാണ്, ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോടൊക്കെ ചോദിക്കും. അതേപോലെ ഇദ്ദേഹത്തോടും ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യതേ. ദുഃഖം ഇല്ലാതായിട്ട് തീരാൻ വേണ്ടിയിട്ട്, സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കർമ്മങ്ങൾ ചെയ്യുന്നത് ദുഃഖം ഇല്ലാതായിട്ട് തീരാൻ വേണ്ടിയിട്ട്, സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ദുഃഖം ഇല്ലാതായിട്ട് തീർന്നോ? സുഖം കിട്ടിയോ? ഇല്ല. എപ്പോഴാണ് കിട്ടുക അറിയില്ല. ഈ ദുഃഖം എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ കൂടപ്പിറപ്പാണ്. ഈ ദുഃഖം എന്ന് പറയുന്നത് അത് ഇല്ലാതായിട്ട് തീരുന്നില്ല. ഏതുപോലെയാണ് ഭാഗവതം പറഞ്ഞു, യഥാഹി പുരുഷോഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേനസ ആധത്തെ തഥാ സർവാഹ പ്രതിക്രിയാഹ. നമ്മളിപ്പോൾ ഒരു 50 കിലോ ഭാരമുള്ളതായ ഒരു ചാക്ക് കെട്ടെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് കുറച്ച് ദൂരം അങ്ങനെ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. സഞ്ചരിച്ച് കുറച്ച് ദൂരം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തലയിൽ വേദനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ തലയിലുള്ള വേദന മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തോളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തോളിലായി വേദന. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോളിലുള്ള വേദന മാറ്റാൻ വേണ്ടിയിട്ട് മുതുകിൽ വെക്കും. മുതുകിൽ വെച്ചാലോ പിന്നെ അവിടെയായി വേദന. ഈ ശരീരത്തെ ഈ വേദന വിട്ടുമാറുന്നില്ല. അത് ശരീരത്തിൻ്റെ കൂടെ ഓരോ ഭാഗത്തേക്ക് വേദന മാറി മാറി പോകുന്നു എന്നതുപോലെയാണ് നമ്മൾ ദുഃഖം എന്ന് പറയുന്നത്. മനുഷ്യരായ നമ്മൾ വിട്ടുപോകുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ളതായ ദുഃഖം നമുക്ക് ജീവിതത്തിൽ
ഉണ്ടായിട്ട് തീരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ പരമമായ ഈ ദുഃഖനിവൃത്തി എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ഇന്നലെ വിതുര മൈത്രേയ സംവാദത്തിൽ നമ്മൾ കേട്ടു. വിതുരമഹാശയൻ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്ന. ലോകത്തിലുള്ള സകല ആൾക്കാരും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു, എന്നിട്ടോ ആർക്കും ഇന്നേ വരെ സുഖം കിട്ടിയിട്ടുമില്ല, ദുഃഖം ഇല്ലാതായിട്ട് തീരുന്നില്ല. എന്നിട്ടും എല്ലാവരും ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവാണ്. അതിനുള്ള മറുപടി എന്താ പറഞ്ഞത്? ജനസ്യ കൃഷ്ണാദ്വിമുഖസ്യ ദൈവാദ് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ. ഇന്നലെ വെൺമണി കൃഷ്ണയുടെ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു നമുക്ക്. കൃഷ്ണവിമുഖന്മാരായിട്ട് കൃഷ്ണനെ ഭഗവാനെ ആശ്രയിക്കാതെ കണ്ട് ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടായിട്ട് തീരുന്നത്. ഏതായാലും ചോദിച്ചു, പരമമായ ശ്രേയസ് കരസ്ഥമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ശ്രീനാരദ മഹർഷിയുടെ ആ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് മഹാരാജാവ് ബർഹിഷത്ത്, ആ പ്രാചീന ബർഹിസ്, ദേഹിമേ വിമലം ജ്ഞാനം, എനിക്ക് പരമമായ ശ്രേയസ്സിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് വിസ്തരിച്ചൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രാചീന ബർഹിസിനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്തതായി കർമ്മം കൊണ്ട് നിനക്ക് വലിയ നേട്ടം ഉണ്ടായി എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ വിഡ്ഢിതാണ്. ഒരുപാട് കർമ്മഠനായിട്ട് കർമ്മം ചെയ്തത് കൊണ്ട് നീ ഒരുപാട് മൃഗങ്ങളെ ബലി കൊടുത്തിട്ട് ആണിപ്പോൾ യാഗം ചെയ്തിട്ടുള്ളത്. ഈ നാരദ മഹർഷി അതിൻ്റെ ആ കർമ്മഠത്വത്തിൻ്റെ അത് വ്യക്തമായിട്ട് രാജാവിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി എന്ത് ചെയ്യുന്നു? ഈ മഹാരാജാവോട് പറഞ്ഞു, എന്നെ ഒന്ന് സ്പർശിച്ചോളൂ, എന്നാൽ അങ്ങേക്ക് കാണാം എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാരാജാവ് മുമ്പ് അനേകം മൃഗങ്ങളെ ബലി കൊടുത്ത ആ മൃഗങ്ങളൊക്കെ കൂർത്തുമോർത്ത കൊമ്പുകളോട് കൂടിയിട്ട് മഹാരാജാവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരിയായിട്ട് നിൽക്കുന്നതായ ആ ഒരു കാഴ്ച കണ്ടു. ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായ കാഴ്ചകൾ, തയ്യാറായിട്ട് നിൽക്കുന്നതായ കാഴ്ച കണ്ടു. ആര്? ആ പ്രാചീന ബർഹിസ്. അദ്ദേഹത്തിന് വളരെയധികം പേടിയായി. ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് പ്രാചീന ബർഹിസിനെ കർമ്മമാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ കർമ്മവാസനയും ജീവൻ്റെ കർമ്മബന്ധവും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചതുർത്ഥ സ്കന്ധത്തിൽ 25 മുതൽ 29 വരെയുള്ളതായ 5 അധ്യായങ്ങളിലായിട്ട് ഒരു കഥയിൽ കൂടിയിട്ട് തത്വത്തെ പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആസീൽ പുരഞ്ജനോ നാമ രാജാരാജൻ ബൃഹത്ശ്രവാഹ. ഹേ മഹാരാജാവേ, പ്രാചീന ബർഹിസേ, അങ്ങയെപ്പോലെ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു, പണ്ട് ആസീൽ ഉണ്ടായിരുന്നു. കഥ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാം, മുമ്പ് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുരഞ്ജനൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? പുരഞ്ജനൻ, പുരത്തെ ജനിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഈ ലോകത്തു കൂടി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പുതിയ കൊട്ടാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറിയിട്ട് താമസിക്കും. പുതിയ കൊട്ടാരം ഉണ്ടാക്കാനൊന്നും ഇയാൾക്ക് സമയമില്ല, അതിന് മെനക്കെടാറുമില്ല. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആർക്ക്? പുരഞ്ജന മഹാരാജാവിന്. അവിജ്ഞാത സഖാവ് എന്നാണ് ആ കൂട്ടുകാരൻ്റെ പേര്. പേരറിയാത്തതായ ഒരു കൂട്ടുകാരൻ. അങ്ങനെ ഈ ഭൂമിയിലെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടുകാരനെ കൂട്ടുപിടിക്കാതെ കണ്ട്, അവിജ്ഞാത സഖാവിനെ കൂട്ടുപിടിക്കാതെ കണ്ട് ഈ പുരഞ്ജന മഹാരാജാവ് അങ്ങനെ ലോകത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തു കൂടി അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അതിമനോഹരമായ ഒരു കൊട്ടാരം കണ്ടു. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത്? ആ കൊട്ടാരത്തിൻ്റെ പേര് നവമുഖി എന്നാണ്. എന്താ അതിൻ്റെ താല്പര്യം? 9 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ളതായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിന് ഈ കൊട്ടാരം നമ്മൾ ശരീരവുമായിട്ട് ബന്ധമുണ്ട്. നവദ്വാരേ പുരേ ദേഹി. 9 വാതിലുകളുള്ളതായ ഒരു കൊട്ടാരമാണ്. 9 വാതിലുകളുള്ളതായ ഒരു കൊട്ടാരത്തെയാണ് നവമുഖി എന്ന് ഇവിടെ ചിത്രീകരിച്ചത്.
ആ കൊട്ടാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കൊട്ടാരത്തിന് നിറയെ അനവധി പൂന്തോട്ടങ്ങളുണ്ട്. അനവധി നവരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായ വലിയ മണിമാളികകളുണ്ട്. ഇരുമ്പ്, സ്വർണം, വെള്ളി ഇവ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളതായ വലിയ താഴികക്കുടങ്ങൾ ഈ വലിയ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളതായ ഈ നവമുഖി എന്ന ആ ഒരു കൊട്ടാരം അത് കണ്ടപ്പോൾ പുരഞ്ജന മഹാരാജാവിന് തോന്നി ഇത് താൻ അന്വേഷിച്ചിട്ട് നടന്നിരുന്ന ഈ കൊട്ടാരമാണ് എന്ന് തോന്നി. എന്നാൽ പിന്നെ ഇതിൽ കയറിയിട്ട് താമസിക്കാമെന്ന് വിചാരിച്ചു. ഇതിലാരോ താമസിക്കുന്നുണ്ട്. അടുത്ത് ചെന്നപ്പോഴാണ് അതിസുന്ദരിയായ ഒരുവള് ആണ് ഈ നവമുഖി എന്ന കൊട്ടാരത്തിൽ താമസിക്കുന്നത്. അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 5 തലയുള്ളതായ ഒരു സർപ്പം, രക്ഷിക്കാൻ വേണ്ടിയിട്ട് 10 ഭൃത്യന്മാർ, പിന്നെ 100 സേവകന്മാർ, ഭൃത്യന്മാർ ഒക്കെ ഈ നവമുഖി എന്ന കൊട്ടാരത്തിൽ ഉണ്ട്. അവളോട് ചോദിച്ചു, അല്ലേ ചില ആൾക്കാരെ ഈ കൊട്ടാരം എനിക്ക് തരുമോ, ഞാൻ ഈ കൊട്ടാരത്തിൽ കയറിയിട്ട് താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. അല്ലേ ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, അല്ല ഇത് നല്ല മൊബൈലാണല്ലോ, അല്ലെങ്കിൽ ഇത് നല്ല വാച്ചാണല്ലോ, ഇതിന് എത്ര വില, ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ എന്താ അതിൻ്റെ താല്പര്യം? ഇത് എനിക്ക് വേണമെന്നാണ്. അതേപോലെ ഈ സുന്ദരിയോട് ചോദിച്ചു ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഇതെനിക്ക് വേണമെന്നുള്ള സൂചനയാണ്. ഏതായാലും ആ അതിസുന്ദരിയായ അവൾ മറുപടി പറഞ്ഞു, ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ കൊട്ടാരത്തിൽ ഇവിടെ ഇങ്ങനെ 5 ഭൃത്യന്മാരുടെ സംരക്ഷണത്തിൽ അനേകം സേവകന്മാരുടെ ഈ സേവനത്തിൽ പെട്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇനി അങ്ങേക്ക് ഇവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കരാറുണ്ട്, എന്നെ വിവാഹം കഴിക്കണം. എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ഈ കൊട്ടാരത്തിൽ താമസിക്കാം. അപ്പോൾ പറഞ്ഞു, അതിന് ഒരു വിരോധമൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്. എന്നാൽ അങ്ങനെ സമ്മതിച്ച് ആ സുന്ദരിയുമായി വിവാഹം കഴിച്ച് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൾക്കൊരു പേരിട്ടു. പുരഞ്ജന മഹാരാജാവ് വിവാഹം കഴിച്ചതുകൊണ്ട് അല്ലെ, ഈ പേരിൽ എന്തെങ്കിലും ഒരു സാദൃശ്യം വേണ്ടേ? മാച്ചിങ് പേര്, ഡ്രസ്സ് എന്നൊക്കെ പറയും, മാച്ചിങ് ഡ്രസ്സ് എന്നൊക്കെ പറയുന്ന ഭാര്യയും ഭർത്താവ്. അതുപോലെ പുരഞ്ജനൻ്റെ ഭാര്യ ആയതുകൊണ്ട് പുരഞ്ജനി എന്ന് പേരിട്ടു. അപ്പോൾ അവൾ പറയുന്നത് പോലെ, അവൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ഈ നവമുഖി എന്ന കൊട്ടാരത്ത് 9 വാതിലുകളുള്ളതായ ഈ കൊട്ടാരത്തിൽ അവളോടൊത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എങ്ങനെയാ അവൾ ചെയ്യുന്നത് പോലെ, ക്വചിത് ഗായതി ഗായന്ത്യാം. അവൾ പാട്ട് പാടുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും എന്ത് ചെയ്യും? പാട്ട് പാടും. അല്ല, പാടാണ്ട് നിവർത്തിയില്ല, അവൾ പറയുന്നത് പോലെ ചെയ്യണം. അവൾ കരയാണെങ്കിൽ ഇവളും കരയും, അവൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇയാളും ഭക്ഷണം കഴിക്കും. അങ്ങനെ അവളോടൊത്ത് അനേക കാലം ജീവിച്ചു. ക്ലൈബ്യാൽ ക്രീഡാമൃഗോ യഥ എന്നാണ് ഭാഗവതം പറഞ്ഞത്. ഒരു കളിക്കൊരങ്ങിനെ പോലെ, അവൾ പറയുന്നത് പോലെ, അവളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ നവമുഖി എന്ന കൊട്ടാരത്തിന് നേരത്തെ പറഞ്ഞു നവദ്വാരേ പുരേദേഹി, നമ്മളുടെ ഈ ശരീരത്തിന് 9 ദ്വാരങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ നവമുഖി എന്ന 9 വാതിലുകളിൽ കൂടിയതായ കൊട്ടാരത്തിന് മുകളിൽ 7 മുകൾ ഭാഗത്ത്, കൊട്ടാരത്തിന് മുകൾ ഭാഗത്ത് 7 ഗോപുരങ്ങൾ, താഴെ 2 ഗോപുരങ്ങൾ, അതിൽ കിഴക്ക് ഭാഗത്തുള്ളതായ 5 ഗോപുരങ്ങൾ. അതിൽ ഈ ഗോപുരങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില ഗോപുരങ്ങൾ തനിയെ അടയുന്നതായ ഗോപുരങ്ങളാണ്. ചില ഗോപുരങ്ങൾക്ക് വാതിലുകൾ ഇല്ല. ഈ ഏറ്റവും മുകളിലായിട്ട് നല്ലൊരു പുൽത്തകിടിയുണ്ട് ഈ ഗോപുരത്തിന്. ഈ നവമുഖി എന്ന കൊട്ടാരത്തിന് ഏറ്റവും മുകളിലായിട്ട് നല്ലൊരു പുൽത്തകിടിയുണ്ട്. കാണാൻ നല്ല രസമാണത്. പക്ഷേ അതിൻ്റെ താഴെയായിട്ട് അനേകം ദൂരെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ ഒരു ഡിഷ് ആൻറ്റിന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഗോപുരങ്ങൾ തനിയെ അടയുന്ന അങ്ങനെയൊന്നുമില്ല, അത് അടയ്ക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു കൊട്ടാരമാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട്
2 ജോലികൾ ചെയ്യുന്നതായ ഒരാൾ അനേകം ആൾക്കാരുടെ സംരക്ഷണത്തിൽ അങ്ങനെ സുഖമായിട്ട് വസിക്കുന്നതായ ആ ഒരു കാഴ്ച. 2 ജോലി ചെയ്യുന്ന ആൾ ഇങ്ങനെ അനേകം പ്രത്യേകതകളുള്ളതായ ഈയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഓരോ ഗോപുരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. താഴെയുള്ളതായ 2 ഗോപുരമുണ്ട്. അതിൽ കൂടി അതിനെന്താ പ്രവൃത്തി എന്താണ്? അല്ല, ഈ 2 ജോലികൾ ചെയ്യുന്നതായ താഴെ 2 ഗോപുരങ്ങളുണ്ട്. അതിൽ കൂടി ഈ ശരീരത്തിലുള്ളതായ അഴുക്കുകളെയൊക്കെ പുറന്തള്ളപ്പെടുന്നതായ ഒരു പ്രവൃത്തിയാണ് ഈ 2 ഗോപുരങ്ങൾ, താഴെയുള്ള 2 ഗോപുരങ്ങൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാലോ, ഈ ശരീരം എന്ന് പറയുന്നത് ഒരു മലിന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായ ഒരു ടാങ്കാണ്. ഏത്? ഈ മനുഷ്യ ശരീരം. ഭാഗവതത്തിൽ ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. ക്ഷരം നവദ്വാരം അകാരമേതൽ വിൺമൂത്രപൂർണ്ണം മധുപൈതിക അന്യ. ഈ ശരീരത്തിലധികം ഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ഈ മുകളിലുള്ള ഈ തലമുടി ഇത് നമുക്ക് സ്വീകാര്യമാണോ? ഈ മൂക്കിൽ കൂടി വരുന്നതാണോ? ചെവിയിൽ കൂടി വായിൽ കൂടി വരുന്നത്? താഴെയുള്ള 2 ടാപ്പിൽ കൂടി വരുന്നതാണ്? ഇതാണോ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്? ഇതൊന്നും സ്വീകാര്യം. അപ്പോൾ മലിന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായ ഒരു ടാങ്കാണ് ഏത്? ഈ മനുഷ്യ ശരീരം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അനേകം ഭൃത്യന്മാരെ സഹായിക്കാനുണ്ട്. അങ്ങനെ അനേകം ആൾക്കാരുടെ ഭൃത്യന്മാരുടെ സഹായം കൊണ്ട് ഓരോ ഗോപുരത്തിൽ കൂടിയിട്ട് ഓരോ ദേശത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പല തരത്തിലുള്ളതായ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിൽ ഏറ്റവും മുകളിലുള്ളതായ 2 ഗോപുരങ്ങൾ, അതിൽ ഖദ്യോദാവിർമുഖി, അത് തനിയെ അടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, തനിയെ തുറക്കാനും പറ്റും. അങ്ങനെയുള്ള ദുമാൻ എന്നുള്ളതായ ആ സേവകനോട് കൂടിയിട്ട് പലതരത്തിലുള്ളതായ ദൂരസ്ഥലങ്ങളിലും പോയിട്ട് പല കാഴ്ചകളും കണ്ട് അതങ്ങനെ അനുഭവിക്കും എന്ന് വർണ്ണിച്ചു. അങ്ങനെ ഒരു ദിവസം പുരഞ്ജന മഹാരാജാവ് തൻ്റെ ഭാര്യയുടെ പേരെന്താണ്? പുരഞ്ജനി. അവളോട് പറയാതെ കണ്ട് നായാട്ടിന് പോയി. അങ്ങനെ പഞ്ചപ്രസ്ഥം എന്നുള്ളതായ ആ ഒരു വനത്തിൽ എത്തിച്ചേർന്ന് അവിടെ നായാട്ടിന് എത്തിച്ചേർന്നു. നായാട്ട് കഴിഞ്ഞ് ആ പുരഞ്ജന മഹാരാജാവ് തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് അവിടെ ഒരു പ്രത്യേകത. തൻ്റെ ഭാര്യയായ പുരഞ്ജനി ദേഷ്യം വന്ന് അവൾ പിണങ്ങിയിട്ട് സൗന്ദര്യപ്പിണക്കം കൊണ്ട് അവൾ ക്രോധാകാരത്തിൽ പ്രവേശിച്ചു എന്ന് വർണ്ണിച്ചു. എന്താ ക്രോധാകാരം എന്ന് പറഞ്ഞാൽ? ദേഷ്യം വന്നാൽ കടന്നിരിക്കാനുള്ള മുറി എന്നർത്ഥം. ദേഷ്യം വന്നാൽ കടന്നിരിക്കാനുള്ള മുറി. നമ്മുടെ വീട്ടിലുണ്ടോ അത്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്തൊരു മുറി ഉണ്ടെങ്കിൽ അതിനെ എഴുതി വെക്കുക പുറത്ത്, ക്രോധാകാരം. അല്ലേ? രാമായണത്തിൽ കാണാം നമുക്ക്. എന്ത്? കൈകേയി മന്ധരയുടെ കുത്തുവാക്കുകൾ കേട്ടിട്ട് ക്രോധാകാരത്തിൽ പ്രവേശിച്ചു എന്ന് കാണാം. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ ഈ ജീവിതത്തിൽ പല തരത്തിലുള്ളതായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ദേഷ്യം വരുമ്പോൾ ആ മുറിയുടെ അകത്ത് പോയിട്ട് വാതിലടച്ച് അവിടെ കുറച്ച് സമയം പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മിക്സ്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകുക. എന്നാൽ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ദേഷ്യം കഴിഞ്ഞാൽ പുറത്തേക്ക് വരികയും ചെയ്യാം. എന്നാൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ക്രോധാകാരത്തിൽ പ്രവേശിച്ചതായ തൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പുരഞ്ജന മഹാരാജാവ് അവളുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അവളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ ദേഷ്യം വരാണ്. നിന്നെ ഞാൻ നായാട്ടിന് പോകുമ്പോൾ കൂട്ടാത്തത് കൊണ്ട് ആണോ നിനക്ക് എന്നോട് ദേഷ്യം വന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അവളോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്, ക്ഷമിക്കണമെന്ന് അവളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു പുരഞ്ജന മഹാരാജാവ്. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളോടൊത്ത് കുറച്ചു കാലം കഴിച്ചുകൂട്ടി പുരഞ്ജന മഹാരാജാവ്. ആരുമായിട്ട്? പുരഞ്ജനി എന്ന തൻ്റെ ഭാര്യയോട് കൂടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പുരഞ്ജന മഹാരാജാവിന് പുരഞ്ജനിയിൽ തൻ്റെ ഭാര്യയിൽ 1100-ലധികം പുത്രന്മാരുണ്ടായി, 110 പുത്രിമാരുണ്ടായി എന്നൊക്കെ വർണ്ണിച്ചു. അപ്പോഴത്തേക്കും പുരഞ്ജന മഹാരാജാവിൻ്റെ ആയുസ് പകുതിയും നഷ്ടപ്പെട്ടു. പിന്നെയോ അതിൽ ഈ 110 പുത്രിമാരുണ്ടല്ലേ, അവരെയൊക്കെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു.
അപ്പോഴത്തേക്കും ഈ പുരഞ്ജന മഹാരാജാവ് അനേകം ലൗകികമായ വിഷയങ്ങളിൽ ബദ്ധനായിട്ട് തീർന്നു. അതിൽ പെട്ടുപോയി അദ്ദേഹം, ഈ ലൗകികമായ വിഷയങ്ങളിൽ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ചണ്ഡവേഗൻ എന്നുള്ളതായ ഒരു ഗന്ധർവ രാജാവ് ഈ പുരഞ്ജന മഹാരാജാവിൻ്റെ ശത്രുവായിരുന്നു. അയാൾ ഈ പുരഞ്ജന മഹാരാജാവിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ചണ്ഡവേഗൻ അനേകം ഗന്ധർവന്മാരോടും ഗന്ധർവ സ്ത്രീകളോടും കൂടിയിട്ട് ഈ പുരഞ്ജന മഹാരാജാവിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കറുത്തതും വെളുത്തതുമായ ഗന്ധർവ സ്ത്രീകളോടും ഗന്ധർവന്മാരോടും കൂടിയിട്ട് ഈ പുരഞ്ജന മഹാരാജാവിനെ ആക്രമിക്കാൻ ഈ നവമുഖി എന്ന കൊട്ടാരത്തെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ ഈ പുരഞ്ജന മഹാരാജാവ് വേറൊരു വിവാഹം ചെയ്തു. ഏതാത് വിവാഹം? നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കില്ല. അതുകൊണ്ട് പുരഞ്ജന മഹാരാജാവിൻ്റെ പിറകിൽ കൂടി വന്നിട്ട് ഒരാൾ മാലയിട്ടിട്ട് പുരഞ്ജന മഹാരാജാവിനെ വിവാഹം കഴിച്ചു. അങ്ങനെ ഏതായാലും കാലകന്യക എന്നാണ് അവളുടെ പേര്. ഈ കാലകന്യകയെ ആർക്കും ഇഷ്ടമല്ല. കാരണം അതുകൊണ്ടാണ് പിറകിൽ കൂടി വന്നിട്ട് മാലയിട്ടു എന്ന് പറഞ്ഞത്. ആരാ ഈ കാലകന്യക? കാലകന്യക എന്ന് പറഞ്ഞാൽ ജരാനരയാണ്, അല്ലേ? ജര എന്ന് പറഞ്ഞാൽ ശരീരം ചുക്കിച്ചുളിയുക, അതായത് വൃദ്ധത്വം പ്രാപിക്കുക. നര എന്ന് പറഞ്ഞാലോ വെളുത്ത തലമുടി കറുത്തതായിട്ട് തീരുക, അല്ല ക്ഷമിക്കുക, കറുത്ത തലമുടി വെളുത്തതായിട്ട് തീരുക, അതാണ് നര എന്ന് പറയുക. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ല. വൃദ്ധന്മാരായിട്ട് തീരുന്നത് ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ കലിയുഗത്തിൽ, അല്ലേ, തലമുടിയൊക്കെ വെളുക്കുന്തോറും അത് മറ്റുള്ളവർ കാണരുത് എന്ന് വിചാരിച്ചിട്ട് കലിയുഗത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നത്? പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്, അല്ലേ? ലാവണ്യം കേശധാരണം വേദവ്യാസ മഹർഷിനെ ഏകാദശ സ്കന്ധത്തിൽ നമുക്ക് കേൾക്കാം. ഈ കലിയുഗത്തിലുള്ള ആൾക്കാർ അധികവും പണം ചെലവഴിക്കുന്നത് ഈ തലമുടി നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അങ്ങനെയുള്ള വൃദ്ധന്മാരായിട്ട് തീരുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പിറകിൽ കൂടി വന്നിട്ട് മാലയിട്ടിട്ട് സ്വീകരിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാരണം. ഇങ്ങനെ നാരദ മഹർഷി തന്നെ ഇതാ തൻ്റെ ഒരു തന്നെ ഉദാഹരണമാക്കി തീർത്തിട്ട് പുരഞ്ജന മഹാരാജാവിനോട് പറഞ്ഞു, നാരദ മഹർഷിയെ, ഞാൻ തന്നെ മുമ്പ് അങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ കാലകന്യക എന്നെയും ബാധിച്ചു. എൻ്റെ പിറകിൽ കൂടി വന്നിട്ട് എന്നെ മാലയിട്ടു കാലകന്യക. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ആ മാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. ആ കാലകന്യകയെ ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ട് കാലകന്യകയ്ക്ക് എന്നോട് ദേഷ്യം വന്നിട്ട് എന്നെ ശപിച്ചു. നിനക്ക് എവിടെയും നാരദ മഹർഷി അങ്ങയ്ക്ക് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ, ഇരിക്കപ്പുറതി ഇല്ലാതെ കണ്ട് അങ്ങയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് കാലകന്യക എന്നെ ശപിച്ചു. ഞാനതൊരു അനുഗ്രഹമാക്കിയിട്ട് തീർക്കുക ചെയ്തത്. അല്ലെ, നാരദ മഹർഷിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും അത് ഭഗവാൻ പ്രസാദമായിട്ട്, ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണാനുള്ള, എല്ലാത്തിൻ്റെയും നല്ല വശത്തെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു പ്രത്യേക കഴിവ് നാരദ മഹർഷിക്കുണ്ട്. പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കണ്ടു, അല്ലേ? തൻ്റെ അമ്മ മരിച്ചത് കൂടി അനുഗ്രഹമാക്കിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷിക്ക് സാധിച്ചു. അല്ലെ, ഈ കഥയിൽ കൂടിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഭാഗവതം ജീവിതത്തിൽ എന്ത് വന്നാലും, ജയമായാലും പരാജയമായാലും, അല്ലേ, ദുഃഖമായാലും സുഖമായാലും അതിനെയൊക്കെ സമചിത്തതയോട് കൂടിയിട്ട് അതിൻ്റെ നല്ല വശത്തെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നല്ല വശത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെന്നാണ്. എല്ലാത്തിനെയും അനുഗ്രഹം മന്യമാന, അതൊരു അനുഗ്രഹമാക്കിയിട്ട് തീർത്തു നാരദ മഹർഷി ഈ ശാപത്തെ. അദ്ദേഹം കാരണം എന്താണ്? ഒരിടത്ത് സ്ഥിരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥലവുമായിട്ട് നമുക്ക് ബന്ധം വരും. അല്ലെ, സ്ഥിരമായിട്ട് ഇരിക്കുമൊന്നും വേണ്ട. ചായ കഴിക്കുന്നതിന് നമ്മൾ നിർത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ നേരത്തെ നമ്മൾ എവിടെയാണ് ഇരുന്നത്? അതേ സീറ്റിൽ, അതേ കസേരയിൽ നമുക്കിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം ഈ ഒരു കസേരയിൽ ഇരുന്നു എന്നുള്ളത് നമുക്കൊരു ബന്ധമായിട്ട് തീർന്നു എന്നുണ്ടെങ്കിൽ, ഓർമ്മിക്കുക, നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അനേകകാലം താമസിച്ചു എന്നുണ്ടെങ്കിൽ അതുമായിട്ട്, അവിടെയുള്ളതായ ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ്, അമിതമായ ഒരു ബന്ധം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് വലിയ ദുഃഖം ഉണ്ടാവുന്നത്. അപ്പോൾ ഗൃഹത്തിൽ എങ്ങനെയാണ് വേണ്ടത്?
ഈ ഗൃഹേഷു അതിഥിവദ്വസൻ എന്നാണ് ഭാഗവതം. ഒരു അതിഥിയെ പോലെ അല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ പുറത്തേക്ക് പോവും അല്ലേ, അതേപോലെ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ട ഒരാളാണ് എന്നുള്ള ഭാവത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഏതായാലും അങ്ങനെ കാലകന്യക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പുരഞ്ജന ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒടുവിൽ ഈ പുരഞ്ജന മഹാരാജാവ് ഈ നവമുഖി എന്ന കൊട്ടാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 5 തലയുള്ള സർപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചണ്ഡവേഗൻ എന്ന തേരാളി അനേകം ആൾക്കാരോട് കൂടിയിട്ട് വന്നിട്ട് ഈ നവമുഖി എന്ന കൊട്ടാരത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ 5 തലയുള്ള സർപ്പം ഈ കൊട്ടാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം അങ്ങനെ സംരക്ഷിച്ചു. ഒടുവിൽ ആക്രമണത്തെ തടയാൻ പറ്റാതെ കണ്ട് ഈ നവമുഖി എന്ന ഈ പാമ്പ് മരിച്ചു പോയപ്പോൾ നവമുഖി എന്ന കൊട്ടാരം തകർന്നടിഞ്ഞ് വീണു. അതിൻ്റെ ഫലമായി ആ പുരഞ്ജന മഹാരാജാവ് തൻ്റെ ഭാര്യയായ പുരഞ്ജനിയിൽ തന്നെ മനസ്സ് വെച്ചിട്ട് അങ്ങനെ ജീവിച്ചതുകൊണ്ട് അദ്ദേഹം അടുത്ത ജന്മത്തിലൊരു സ്ത്രീയായിട്ട് ജനിച്ചു. കാരണം എന്താണ്? യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തയകളേവരം തം തമേ വേദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ഭാവത്തെയാണോ ഏതൊരു രൂപത്തെയാണോ അന്ത്യകാലത്ത് സ്മരിക്കുന്നത്, ഓർമ്മിക്കുന്നത്, അതേ രൂപമായിട്ട് അതേ ഭാവത്തിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? അന്തേ നാരായണ സ്മൃതി എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് നാരായണ സ്മരണയാണ് വേണ്ടത്. അന്ത്യകാലം എപ്പോഴാണ് അറിയോ? കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അന്ത്യകാലം കൃത്യമായിട്ട് നമ്മൾ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുക? എപ്പോഴും എന്ത് ചെയ്യുക? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു ഭാവത്തിൽ വീണ്ടും ഒരു സ്ത്രീയായിട്ട് ജനിച്ചു എന്നൊക്കെ പറഞ്ഞതായ ആ ഒരു ഭാവം, പുരഞ്ജനോപാഖ്യാനം, ഇതൊരു താത്വികമായിട്ടുള്ളതായ കഥയാണ് എന്ന് ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ നാരദ മഹർഷി ഇത്രയൊക്കെ ആർക്ക് ഉപദേശിച്ചു? ആർക്കാ ഉപദേശിച്ചത്? പ്രാചീന ബർഹിസിന് ഉപദേശിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പോലും പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഇതൊരു താത്വികമായിട്ടുള്ളതായ ഒരു കഥയാണ് എന്ന്. എന്താ? നവമുഖി എന്ന ഒരു കൊട്ടാരം, 9 വാതിലുകളോട് കൂടിയിട്ടുള്ളതായ കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യ ശരീരത്തെയാണ് സൂചിപ്പിച്ചത്. നവദ്വാരേ പുരേ ദേഹി, 9 വാതിലുകളോട് കൂടിയതായ ഒന്നാണ്, 9 ദ്വാരങ്ങളോട് കൂടിയതായ ഒന്നാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം. അതാണ് നവമുഖി എന്ന് ചിത്രീകരിച്ചത്. അതിൽ പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുരത്തെ ജനിപ്പിക്കുന്നവനാണ് പുരഞ്ജനൻ, അതായത് ജീവൻ എന്നർത്ഥം. അവിജ്ഞാത സഖാവ് എന്ന് പറഞ്ഞു, പേരറിയാത്തതായ ഒരു കൂട്ടുകാരൻ. അതാരാണ്? പരമാത്മാവായ ഈശ്വരനാണ്. ജീവിതത്തിൽ ഈ അവിജ്ഞാത പേരറിയാത്ത കൂട്ടുകാരനെ ആശ്രയിക്കാതെ കണ്ട് ഇയാളിങ്ങനെ ഈ പുരഞ്ജന മഹാരാജാവ് ഇങ്ങനെ ലോകത്ത് ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഈ പല അപകടത്തിലും പെട്ടുപോയത്. അതേപോലെ നമ്മളും ജീവിതത്തിൽ ശ്രദ്ധിക്കുക, എന്ത്? ഈ പരമാത്മാവായ ഈശ്വരനെ കൂട്ടുപിടിക്കാതെ കണ്ട് നമ്മളും ജീവിതത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ പല അപകടത്തിലും പെട്ടിട്ട് നമുക്ക് നാശമാണ് സംഭവിക്കുക എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഭഗവാനെ കൂട്ടുപിടിക്കുക. കൃഷ്ണനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ഈ ശരീരം ഏറ്റവും മുകളിലായിട്ട് നല്ലൊരു പുൽത്തകിടി ഉണ്ടെന്ന് പറഞ്ഞു. ഏതാത് പുൽത്തകിടി? നമ്മുടെ ഈ തലയിലുള്ള രോമങ്ങളെയാണ് സൂചിപ്പിച്ചത്. പിന്നെ അതിൻ്റെ താഴെ വലിയ 2 അടക്കാൻ വാതിലുകളില്ലാത്തതായ ഒരു ഗോപുരം. ഏതാത്? വലിയ ഡിഷ് ആൻറ്റിനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെവി, കാത്. പിന്നെ 2 ജോലികൾ ചെയ്യുന്നതായ ഒരാൾ അനേകം ആൾക്കാരുടെ സംരക്ഷണത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഏതാ 2 ജോലി ചെയ്യുന്ന ആൾ? നാക്ക്. എന്താ നാക്കിൻ്റെ 2 ജോലി? ഒന്ന് വർത്തമാനം പറയുക, പിന്നെ ഒന്ന് ഭക്ഷണത്തിൻ്റെ രുചി അറിയുക. ഈ നാക്കിനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. ഏതായാലും ഇങ്ങനെയുള്ള 2 ജോലി ചെയ്യുന്നതായ നാക്ക് അനേകം ആൾക്കാരുടെ സംരക്ഷണത്തിൽ. ആരാ അനേകം ആൾക്കാരുടെ സംരക്ഷണം?
അനേകം പല്ലുകളുടെ സംരക്ഷണത്തിൽ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ 5 തലയുള്ളതായ സർപ്പം എന്ന് വർണ്ണിച്ചു. ആരാ 5 തലയുള്ള സർപ്പം? നമ്മുടെ 5 പ്രാണനെയാണ്. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, ഇങ്ങനെയുള്ള പഞ്ചപ്രാണനെയാണ് 5 തലയുള്ളതായ സർപ്പമായിട്ട് ഇവിടെ ചിത്രീകരിച്ചത്. പിന്നെ കാലകന്യക നേരത്തെ വർണ്ണിച്ചു. ജരാനരകളെയാണ് ഇവിടെ വർണ്ണിച്ചത്, കാലകന്യക. അപ്പോൾ ജീവിതത്തിൽ എന്ത് വേണം? ജീവിതത്തിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ശരീരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ശരീരത്തെ ഒരു രഥമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, ദേഹമാകുന്ന ഈ രഥത്തിൽ 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് ഹൃദയമാകുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ നിയന്ത്രിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും? ഭഗവാനിലേക്ക്, പരമേവ ലക്ഷ്യം എന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. മോക്ഷപ്രാപ്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ശരീരം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാതെ കർമ്മഠന്മാരായിട്ട് കർമ്മം അനവധി കർമ്മം ചെയ്തുകൊണ്ട് ഈ ജീവിതത്തിൽ കർമ്മം ചെയ്യണ്ടെന്നല്ല, പക്ഷേ അത് കർമ്മഠന്മാരായിട്ട് തീരരുത്. ഭഗവാനെ ആശ്രയിച്ച് ഭഗവത് ഭക്തിയോട് കൂടിയിട്ട് ജീവിതം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. മോക്ഷപ്രാപ്തി ഈ മനുഷ്യ ശരീരം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് താത്വികമായിട്ടുള്ളതായ ഒരു കഥയാണ് നമുക്ക് വർണ്ണിച്ച് തന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അല്ലേ, നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് കുറച്ചെന്തൊക്കെയോ പറഞ്ഞു. അതിൽ ഗുരുനാഥന്മാരുടെ എല്ലാവരും ക്ഷമിക്കുക, ഭക്തന്മാരും എല്ലാവരും ക്ഷമിക്കുക. ഏതായാലും ഇങ്ങനെ ഒരു അവസരം ഈ ഒരു സത്രവേദിയിൽ തന്നിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികൾക്കും മള്ളിയോ തിരുമേനിക്കും എല്ലാവരുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു ഭാഷണത്തെ ഇവിടെ നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മുംബൈ